ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പീപ്പിൾ ഓൺ ദ ഗോ ഫോർ ഗോഡിന് വേണ്ടി ഒരു എസെൻഷ്യൽ ക്വാളിറ്റി ലൈഫ് പ്രിൻസിപ്പിളാണ്. ദാറ്റ് ഇസ് കോൾഡ് ഇൻറ്റൻഷനാലിറ്റി. ബി ഇൻറ്റൻഷണൽ ഇൻ യുവർ ലൈഫ്. സോ വാട്ട് ഇസ് ദാറ്റ്? അതിനൊരു മലയാളം സ്യൂട്ടബിൾ വേർഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ബോധപൂർവം ജീവിക്കുക എന്നാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. ബി ഇൻറ്റൻഷണൽ, ശ്രദ്ധാപൂർവം. പുതിയ നിയമം നമ്മളെ പൗലോസ് പറയുന്നത് എന്താ? ലാക്കിലേക്ക് ഓടുക. ചുമ്മാ ഓടുകയല്ല, ലാക്കുണ്ടെന്ന് മനസ്സിലാക്കി എങ്ങനെയും ഓടുകയല്ല, ദിനം പ്രതി ഓരോ നിമിഷവും ആ ലാക്ക് ഉണ്ട്, ഞാൻ ആ ലാക്കിലേക്കാണ് ഓടുന്നതെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുന്ന ആ ഒരവസ്ഥ. ആ ഒരു പ്രിൻസിപ്പിൾ ഇസ് എസെൻഷ്യൽ ഇഫ് യു ആർ ആൻ ഓൺ ദ ഗോ person for the Lord. I just want to share with you three verses. Can I have them on the screen? Ecclesiastes 9:10. Whatever your hand finds to do, do it with all your might. The second half is interesting, and the reason is for in the realm of the dead, where you are going, there is neither working, nor planning, nor knowledge, nor wisdom. See, നമുക്കെല്ലാവർക്കും ദൈവം ഒരു ഫിക്സഡ് ടൈമാണ് തന്നിരിക്കുന്നത് ഈ ലോകത്തിൽ. വചനം പറയുന്നത് എന്തുവാ? നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഒരു ഏകദേശം എസ്റ്റിമേറ്റ് അല്ല, ദ ഡേയ്സ് ആർ നമ്പേർഡ്. അതിനൊരു ഇൻഫറൻസ്, അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. വി ഹാവ് ദ പെർഫെക്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ അവർ ലൈഫ് ടു ലിവ് എ ലൈഫ് ദാറ്റ് ഗ്ലോറിഫൈസ് ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുവാനുള്ള പെർഫെക്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് നമുക്കുണ്ട്. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സോ കാരണം ഈ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടികളൊന്നുമില്ല. സോ വി ഹാവ് ദിസ് ചാൻസ്. സെക്കൻഡ് വേഴ്സ്, Revelation chapter 3. I know your deeds, that you are neither cold nor hot. I wish you were either one of. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേഴ്സാണ്. ആദ്യത്തേത് ഇതുകൂടെയൊക്കെ ചേർത്തൊന്ന് വായിച്ചേ. നമ്മൾ ഈ ഒരു അവസ്ഥയിലാണോ നമ്മുടെ ഈ ഡേയ്സ് തീരാറാവുമ്പം നമ്മുടെ ഒരു പ്രോഗ്രസ് കാർഡിൽ കാണേണ്ടത്? ജസ്റ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ്. എങ്ങനെയോ ജീവിച്ചു? നോ. നെക്സ്റ്റ് വേഴ്സ്, Romans 12:11. Never be lacking in zeal, but keep your spiritual fervor, serving the Lord. എങ്ങനെയാണ് ദൈവത്തെ സെർവ് ചെയ്യേണ്ടത്? നെവർ ലാക്കിംഗ് ഇൻ zeal. ഈ ബോധപൂർവം ഉള്ള ജീവിതം അല്ലെ ഇൻറ്റൻഷണൽ ലൈഫിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഞാൻ ഇംഗ്ലീഷ് ഡെഫിനേഷൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്, പക്ഷേ ഐ വിൽ റീഡ് ദാറ്റ്. ഇറ്റ് ഈസ് ബീയിങ് മൈൻഡ്ഫുൾ ഓർ ബീയിങ് പ്രസൻറ്റ് വിത്ത് യുവർ സെൽഫ് ആസ് യു മേക്ക് യുവർ ചോയ്സസ് വിത്ത് ദ ഗോൾ ഓഫ് ബീയിങ് ട്രൂ ടു യുവർ ട്രൂ ഐഡൻറ്റിറ്റി ആൻഡ് ദ കറസ്പോണ്ടിങ് വാല്യൂസ്. എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്നും എൻ്റെ സ്വത്ത്, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി ആ ബോധ്യത്തോടെ ദിനം പ്രതി ജീവിക്കുന്നതാണ് ഇൻറ്റൻഷണൽ ലിവിങ്. സോ ഇൻറ്റൻഷനാലിറ്റി ക്രിസ്ത്യൻസിന് മാത്രം പറഞ്ഞൊന്നുമല്ല. യു ലുക്ക് ഇൻ ടു ദ കോർപ്പറേറ്റ് വേൾഡ്, ദേ ടോക്ക് അബൌട്ട് ഇൻറ്റൻഷനാലിറ്റി ഓൾവേസ്. Difference is we have a much glorious identity. We are the children of God, handpicked by God, known before the foundations of the world, chosen by Him, predestined by Him. അല്ലേ? നമ്മളെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് ചേർത്തു. എന്തിനാ? ഫാമിലി ബിസിനസ് റൺ ചെയ്യാൻ. God is in the business of seeking the lost. ആ ബിസിനസ്സിലേക്ക് നമ്മളെ വിളിച്ചേക്കുവാണ്. സോ ആ ഒരു ഐഡൻറ്റിറ്റി എപ്പോഴും ബോധ്യത്തോടെ ജീവിക്കുക. രാവിലെ എണീക്കുന്ന ഉടനെ ഐഡൻറ്റിറ്റി ഒന്ന് ഓർക്കണം. മക്കളുള്ളവർ മക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി ഓർക്കണം. ഫാമിലിയിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഓർക്കണം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ഓർക്കണം. വാട്ട് എവർ യു ഡു. സോ ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഇറ്റ്. ഇത് ചിന്തിക്കുമ്പോൾ ഇതിനൊരു കൺഫ്യൂഷൻ നമ്മുടെ ക്രിസ്ത്യൻ സർക്കിളിലുണ്ട്. അതിൻ്റെ പ്രോബ്ലം ഇൻറ്റൻഷനാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ദർ ഇസ് എ തിങ്കിങ് ദാറ്റ് ലൈക്ക് നിങ്ങൾ ഒത്തിരി പ്ലാൻസ് ഒക്കെ ചെയ്യുന്നത് ഫ്രീഡം ഇൻ ക്രൈസ്റ്റിനെതിരെയാണ്, അല്ലെങ്കിൽ ഒത്തിരി അജൻഡാസ് അല്ലെങ്കിൽ വളരെ ഇൻറ്റൻഷനലി ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫ്രീഡത്തെ എടുത്തു കളയുന്ന ഇതിനെ കോൺട്രഡിക്ടറി ആയിട്ട് വെക്കുന്ന ഒരു ചിന്തയുണ്ട്. ലെറ്റ് മി ടെൽ യു, ഇറ്റ് ഈസ് നോട്ട് കോൺട്രഡിക്ടറി. ഇറ്റ് ഈസ് നോട്ട് കോൺട്രഡിക്ടറി. സോ ആ ഒരു കോൺട്രഡിക്ഷൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയാണ്. അത് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഈ കോൺട്രഡിക്ഷനുമായിട്ട് അനേകർ വരികയും ചെയ്യും. അത് ഒരിക്കലും നിങ്ങളെ തളർത്തരുത്, നിങ്ങളുടെ ഇൻറ്റൻഷനാലിറ്റിയെ വഴിയിൽ നിന്ന് മാറ്റുകയും ചെയ്യരുത്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ, വെൻ ഐ റീഡ് ദ ബൈബിൾ, ഐ സീ എ God the Father who is intentional.
വെരി ഇൻറ്റൻഷണൽ. തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, പേർപ്പസ് ഉണ്ടായിരുന്നു. സൃഷ്ടിയുടെ റിഡംഷനെക്കുറിച്ച് വളരെ പേർപ്പസ്ഫുള്ളിയും കാൽക്കുലേറ്റഡ് ആയിട്ട് മൂവ് ചെയ്ത ഒരു ഗോഡാണ്. ഹി ഹാഡ് ഹിസ് ടൈം ഓഫ് ഓപ്പറേഷൻ. ഹി ന്യൂ വാട്ട് ഹി ഡിഡ്. ഓരോ പ്രോഗ്രസീവ് റെവലേഷൻ നമുക്കറിയാം. ഹി മൂവ്ഡ് ഇൻ എ കാൽക്കുലേറ്റഡ് വേ. ഈ ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ പുത്രനിലൂടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എ വെരി കാൽക്കുലേറ്റഡ് പേഴ്സൺ, വെരി ഇൻറ്റൻഷണൽ പേഴ്സൺ. ഓരോരുത്തരോട് ഇടപെടുമ്പോൾ, അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എല്ലാം ഇൻറ്റൻഷനലാണ്. കൂട്ടത്തിൽ നിന്ന് മാറി വേർതിരിപ്പെട്ട് പോകുമ്പോൾ പതിവ് പോലെ ഇരുട്ടത്ത് കർത്താവ്, വെൻ ഇറ്റ് വാസ് ഈവൻ ഡാർക്ക് ഹി മൂവ്ഡ് അവേ. വെരി ഇൻറ്റൻഷനൽ. ഡിസൈപ്പിൾസിനെ ട്രെയിൻ ചെയ്തത് ഇൻറ്റൻഷനിലാണ്. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ബൈബിളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഹി ന്യൂ ഹിസ് ടൈം അല്ലേ. എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം തീരാ എന്നുള്ള അർത്ഥത്തിലല്ല. ഹി ന്യൂ ദ കലണ്ടർ, God's calendar. So he was very, very, very intentional and focused. So as children of God, as people of God, as people in God's kingdom, on the go people doing God's business, നമുക്ക് ഈ ഇൻറ്റൻഷനാലിറ്റി ബോധപൂർവം ജീവിക്കുക എന്നുള്ളത് ഒരു എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്. ഞാൻ മുമ്പോട്ട് പോട്ടെ വളരെ വളരെ വേഗത്തിൽ, 5 minutes. സോ ദിസ് ഇസ് നോട്ട് ഇത് ഞാൻ ബീഹാറിലായിക്കോട്ടെ, ജമ്മുവിലായിരിക്കോട്ടെ, രാജസ്ഥാനിലായിക്കോട്ടെ, തിരുവല്ലയിലായിക്കോട്ടെ, കോർപ്പറേറ്റിലായിക്കോട്ടെ, എവിടെയാണേലും ദിസ് ഈസ് എസെൻഷ്യൽ. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഉള്ള ടൈം എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മുടെ ഡേയ്സ് നമ്പേർഡ് ആണ്. ആ ടൈം മേക്ക് ഇറ്റ് യൂസ്ഫുൾ, മേക്ക് ഇറ്റ്. ദൈവം അതിനെ നമ്മൾ കൂടുതലൊന്നും ചെയ്യാനല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് ഗോഡ് പേർപ്പസ് ഇൻ അവർ ലൈഫ്. അതിനുള്ള സമയം നമുക്കുള്ളൂ, മറ്റൊന്നും ചെയ്യാൻ സമയമില്ല. സോ ബി ഇൻറ്റൻഷനൽ. I just want to bring in a statement. You cannot float as a Christian. You have to walk as a Christian. ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒഴുകി പോകാൻ പറ്റത്തില്ല, ക്രിസ്തുവിനോടൊപ്പം നടന്നേ പോകാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഹാസ് ടു ബി ആൻ ഇൻറ്റൻഷനൽ വാക്ക്. ഇൻറ്റൻഷനാലിറ്റി എസെൻഷ്യലി വേണ്ടിയ 3-4 എക്സാമ്പിൾസ് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് അവർ ലൈഫ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 ഞാൻ ആദ്യം പറയാം. We have to be very intentional in seeking God. അത് നമ്മൾ മിഷനുമായിട്ട് ചേർക്കത്തില്ല പലപ്പോഴും. നമ്മൾ ഓൾവേസ് മിഷൻ വരുമ്പോൾ നമ്മുടെ ചിന്ത ഡൂയിങ് ആണ്. ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഡൂയിങ് വിൽ ഓൺലി കം ഔട്ട് ഓഫ് ബീയിങ്. സോ സീക്കിങ് ഗോഡ്, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അറിയുക എന്നുള്ളത് ഇൻറ്റൻഷനലി ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എല്ലാ ക്യാമ്പിലും, ഞങ്ങൾ കോളേജിലുള്ള CMF ഞങ്ങൾ പറയും, ഞങ്ങളുടെ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് തൊട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇൻ എ വേ ബ്രെയിൻ വാഷ് ചെയ്ത് തലയിൽ കയറിയതാണ് എന്നും ക്വയറ്റ് ടൈം എടുക്കണം. അതുകൊണ്ടല്ല ക്വയറ്റ് ടൈം എടുക്കേണ്ടത്. ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്ത് ബി ഇൻറ്റൻഷനൽ. ഐ വോണ്ട് ടു നോ ഗോഡ്. ഐ വോണ്ട് ടു സീ ദ ഗ്ലോറീസ് ഓഫ് ഗോഡ്. ഐ വോണ്ട് ടു ബാസ്ക് ഇൻ ഹിസ് ബ്യൂട്ടി ഓൾ ദ മോർ. അതിൽ നിന്നായിരിക്കണം എൻ്റെ ആ ഓൺ ദ ഗോ ലൈഫ് വരേണ്ടത്. നമ്പർ 2, be intentional or passionate in our prayers. I want to confess, എനിക്കിത് കൺഫസ് ചെയ്തേ പറ്റൂ. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് അല്ലെ 4 ദിവസം മുമ്പ് എൻ്റെ ദൈവം ഒരു വലിയ പാഠം എന്നെ ഈ പ്രേയറിനകത്തെ ഇൻറ്റൻഷനാലിറ്റിയും പാഷനേറ്റ് ആകുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചു. രാത്രി 9:30 ആയപ്പോൾ എൻ്റെ മകൻ ആഴ്ചയിൽ ഒരു 2-3 ദിവസം അവൻ കൂടെ ഒരു 10 മിനിറ്റ് അപ്പ കിടക്കാവോ എന്ന് ചോദിക്കും. അവർ ഉറങ്ങുന്ന വേറെ മുറിയിലാണ്. 10 മിനിറ്റ് കൂടെ കിടക്കാവോ എന്ന് ചോദിക്കും. സോ എല്ലാ ദിവസവും കിടക്കും. ഫാമിലി പ്രെയർ കഴിഞ്ഞിട്ട് ഇൻസിസ്റ്റ് അവർ തന്നെ പ്രാർത്ഥിക്കാൻ ഇൻസിസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ ഇളയ മകൻ 7 വയസ്സുള്ള അവൻ പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ആരും ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടില്ല. അന്ന് അവൻ പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങളോട് പറയാം. യേശുപ്പച്ച അന്ന് പഠിക്കുന്ന സമയത്ത് അവൻ ഇച്ചിരി വഴക്കൊക്കെ കിട്ടി. അവൻ പറയാണ്, യേശുപ്പച്ച ഇന്നത്തെ ദിവസത്തിനായിട്ട് സ്തോത്രം, ഇന്നത്തെ ദിവസത്തിനായിട്ട് താങ്ക് യു എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിനായിട്ട് താങ്ക് യു, ഞാൻ ചെയ്ത എൻ്റെ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണേ. ഇന്ന് ശരിക്കും പഠിച്ചില്ല, പക്ഷേ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അമ്മയെ വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണമേ, അത് മാറ്റി തരണമേ. ഐ റിയലി വോണ്ട് ടു സ്റ്റഡി വെൽ. മലയാളത്തിലാണ്. എൻ്റെ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി തരണേ. ദെൻ വൺ തിങ് ദാറ്റ് ട്രബിൾസ് ഹിം ഇസ്, പേടിക്കുന്ന സ്വപ്നങ്ങൾ ഇഷ്ടമല്ല. എനിക്ക് പേടി വരുന്ന സ്വപ്നം ഒന്നും തരുത്. യേശുപ്പച്ചൻ്റെ കഥകളും ബൈബിളിലെ കഥകളും ഒക്കെ സ്വപ്നമാക്കി എനിക്ക് തരണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആൻഡ് അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഗോവിന്ദൻ എന്ന് പറഞ്ഞ അവൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻറ്റ് അവനെ വയറ്റിനിട്ട് ഇടിച്ചു. അവന് ഇച്ചിരി സിവിയറായിട്ടൊരു പ്രോബ്ലം വന്നു. ഒരു ഡിഫിക്കൽട്ട് ബോയ് ആണ്. പേരൻസിനെ കോൺടാക്റ്റ് ഒക്കെ ചെയ്തു. ഇറ്റ്സ് എ സാഡ് സിറ്റുവേഷൻ. അപ്പം അന്ന് അവനോട് പറഞ്ഞു അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് അവൻ പറഞ്ഞു,
യേശുപ്പച്ച ആ ഗോവിന്ദൻ്റെ സ്വഭാവം മാറ്റണമേ, യേശുപ്പച്ചൻ്റെ കുട്ടിയാക്കണേ. ദെൻ ഹി സെഡ്, യേശുപ്പച്ചൻ അറിയാമല്ലോ ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന്, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. See, I have not prayed that intentionally ever. My son Noah taught me that. I'm learning, trying to learn that. Intentionality in prayer. When we are on the go, we should literally mean, ഞാൻ പറയുന്ന സത്യമാണല്ലോ, നിനക്ക് അറിയാമല്ലോ ദൈവമേ, I want to spread your glory, Lord. I want the lost to be saved. 3, quickly, intentionality in what God is calling you to do. ദൈവം നമ്മളെ, സം ഓഫ് അസ് നമുക്ക് ക്ലിയർ ആണ് ദൈവം ഈ സീസൺ ഓഫ് ലൈഫിൽ എന്താണ് നമ്മളെ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. ചിലർക്ക് ക്ലിയർ അല്ല, ദൈവം നമ്മളെ ഓരോരുത്തർക്ക് പ്ലേസ് ചെയ്തതായിരിക്കും, എന്നാൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇൻറ്റൻഷനാലിറ്റി ഇൻ വാട്ട് ഗോഡ് ഈസ് കോളിങ് യു ടു ഡു ഇൻ ദിസ് സീസൺ ഓഫ് യുവർ ലൈഫ്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ പ്രൈമറി മിനിസ്ട്രി ടീച്ചിങ് ദ വേർഡ് ആൻഡ് മ്യൂസിക് മിനിസ്ട്രിയാണ്. ഞങ്ങൾ ലിവിങ് സ്റ്റോൺസ് ക്വാർട്ടറ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യും. സോ ഒരു 10 years ആയിട്ട് വി സിങ് ടുഗെദർ, ഒരു 6 years ആയിട്ട് വി ഡു യൂട്യൂബ് വീഡിയോസ്. പലപ്പോഴും ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പോയി ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്? ഞങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു നല്ല വീടിൻ്റെ മുമ്പിൽ ഇത് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യും. ഈ മലയും കാടും ഒക്കെ പോയി, കഴിഞ്ഞ ആഴ്ച ഈ ഇരിക്കുന്ന ഷിനൂബ് വീഡിയോഗ്രാഫർ ഞങ്ങളുടെ കൂടെ കാടും മലയും എല്ലാം കയറിയേച്ച് വന്നതേ ഉള്ളൂ. See, God has over time revealed that is our unique selling proposition, USP. If you know, somehow ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്സിൽ നമുക്കറിയാം, people are able to worship God with the music, with the scenery, everything. So intentional ആയിട്ട് അത് ചെയ്യണം. അല്ലെങ്കിൽ it is very easy, especially when age catch up, when health is not in good position. എവിടെയെങ്കിലും ഇരുന്നൊരു വീഡിയോ എടുക്കാം, പാട്ടല്ലേ, ഏതായാലും ഒരേ പാട്ടാണ്, എല്ലാ ലിറിക്സും സെയിമാണ്, പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്തോളും എന്ന് നമുക്ക് എടുക്കാം. പക്ഷേ ബി ഇൻറ്റൻഷനൽ ഇൻ വാട്ട് യു ആർ കോൾ ടു ഡു. ബോധപൂർവം ചെയ്യുക, പാഷനേറ്റ് ആയിട്ട് ചെയ്യുക. വാട്ട് എവർ ബി ദ കോൾ, വർക്ക് പ്ലേസിൽ ഇൻറ്റൻഷനാലിറ്റി. മേ ബി യു ആർ എ lecturer, a teacher, how you prepare your lessons. That is God's call for you. That is God's work. There is no secular, sacred division in the kingdom of God. Whatever you are called to do, that is God's call for you. Preparing the lecture, delivering the lecture, influencing students, influencing നമ്മുടെ ചുറ്റും ഉള്ള ആൾക്കാർ, നമ്മളോട് ജോലി ചെയ്യുന്നവർ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സബോർഡിനേറ്റ്സ്, ബിൽഡിംഗ് റിലേഷൻഷിപ്സ്. അഗെയിൻ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 എക്സാമ്പിൾസ് പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. I always seek and pray that I would be faithful at work. ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തനായിട്ട് നിൽക്കുവാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ച്. And we have to be faithful because primarily അതിലൂടെ ആരെയും നേടാനല്ല. Because work in itself is God's call for us. It is good. അതാണ് ദൈവം പറഞ്ഞത്. 2, we have to be blameless. നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് നമ്മൾ ബ്ലെയിംലെസ് ആയിരിക്കണം. അത് സ്റ്റുഡൻസ് പഠിക്കുമ്പോഴാണെങ്കിലും, സ്റ്റുഡൻസ് ആയിട്ടുള്ളവരാണ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പം ഞങ്ങളുടെ ഒരു മെൻറ്റർ പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പോഴും ഓർക്കും, നിങ്ങൾ നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രി. ബിക്കോസ് ഒരു അൺബിലീവിങ് സ്റ്റുഡൻറ്റും നിങ്ങളും തമ്മിലുള്ള കോമൺ പോയിൻ്റ് എന്ന് പറയുന്നത്, യു സ്റ്റഡി ദ സെയിം ടെക്സ്റ്റ് ബുക്ക്. സോ ബി ഫെയ്ത്ത്ഫുൾ. ഡോണ്ട് ഇൻവാലിഡേറ്റ് what you stand for, whom you represent, because of the way you behave at your workplace. 2, what I do is നമുക്ക് ഓരോ വർഷം ഇത്ര ലീവ് എടുക്കാം. 1 പ്രിൻസിപ്പിൾ സീരിയസ് മിനിസ്ട്രിയിലോട്ട് ദൈവം വിളിച്ചപ്പോൾ ഒരു ഡിസിഷൻ എടുത്തത്, ലീവ് ഉള്ളത് ഇമ്മീഡിയറ്റ് ഫാമിലിക്കും മിനിസ്ട്രിക്കും പ്രയോറിറ്റി കൊടുക്കുക. എല്ലാത്തിനും പ്രയോറിറ്റി കൊടുത്താൽ യു കനോട്ട്, നമുക്ക് പറ്റത്തില്ല. വി ഡോണ്ട് ഹാവ് ദ ടൈം. സോ എൻ്റെ 1-2 എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. യുവർ ലൈഫ് ഇസ് ഡിഫറെൻറ്റ്, ബട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വേസ് യു ക്യാൻ ബി ഇൻറ്റൻഷനൽ. എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഐ എം ഷുവർ ഷീ ക്യാൻ ടെസ്റ്റിഫൈ. ഒരു 10 minutes ബ്രേക്ക് കിട്ടിയാൽ ഐ വുഡ് ട്രൈ മൈ ബെസ്റ്റ് ടു ഡു സം പ്രിപ്പറേഷൻ. എപ്പോഴും ഐ ക്യാരി ഡയറീസ്. ഒരു വർഷം ആവറേജ് 2-2.5 ഡയറി ഞാൻ ഫിനിഷ് ചെയ്യും. ഡയറിയിൽ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ വോണ്ട് ഷോ ദാറ്റ് ടു എനിവൺ. മോസ്റ്റ്ലി എൻ്റെ ഡ്രീംസ് ആൻഡ് പ്ലാൻസാണ്. ചിലതൊക്കെ ഭയങ്കര വിയേർഡാണ്. LSQൻ്റെ ഡ്രീംസ് ആയിരിക്കും, ഷൂട്ടിംഗ് പ്ലാൻസ് ആയിരിക്കും, ലൊക്കേഷൻസ് ആയിരിക്കും.
ജസ്റ്റ് പ്ലാനിങ് ഡയറി, പിന്നെ മെസ്സേജ് പ്രിപ്പറേഷനും എല്ലാം നടക്കും. 10 minutes കിട്ടിയാൽ ട്രൈ ടു ഡു ദാറ്റ്. എപ്പോഴും ചെയ്യത്തില്ല, എപ്പോഴും അടച്ചു ഇരിക്കുമല്ല. ചിലപ്പം വി മൈറ്റ് ബി ലെറ്റ് ടു ടോക്ക് വിത്ത് അതർ പീപ്പിൾ. പക്ഷേ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഡോണ്ട് വേസ്റ്റ്, ബി ഇൻറ്റൻഷനൽ ഇൻ യൂസിങ് യുവർ ടൈം. ആൻഡ് ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, ഈ ലൊക്കേഷനൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ്. എങ്ങനെയാണ് ദൈവം ഗിഫ്റ്റ് തന്നെന്ന് വെച്ചാൽ, ഗോഡ് ഹാസ് ട്രെയിൻഡ് മൈ ഐസ്. ഞാൻ ഡ്രൈവ് ചെയ്ത് ഏതുവഴി പോയാലും എൻ്റെ മനസ്സിലൊരിതുണ്ട്, ഇതൊരു നല്ല ഫ്രെയിമായിട്ട് മാറുമോ? ആ ഒരു തിങ്കിങ്ങില്ല. വെനെവർ ഐ ഡ്രൈവ് ഐ സീക്ക് ഫോർ ലൊക്കേഷൻസ്. വൈ? ഐ എം ഇൻറ്റൻഷനൽ. ബിക്കോസ് കോട്ടയം ചന്തയ്ക്കകത്ത് ഞങ്ങളുടെ ഒരു 2 മാസം മുമ്പിലത്തെ ഒരു വീഡിയോ, നിങ്ങൾ ആരും പറയത്തില്ല കോട്ടയം ചന്തയാണെന്ന്. അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാളകളെ ഇറക്കുന്ന സ്ഥലമാണ്. ഒരു ദിവസം ഞാൻ പോയപ്പം കാളകളില്ല. ദാറ്റ് പ്ലേസ് വാസ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പം കാളകളുണ്ടായിരുന്നു. പിന്നെ ഒരാളുടെ കാല് പിടിച്ച് കാളയെല്ലാം മാറ്റി വി ഡിഡ് ദ വീഡിയോ ഷൂട്ട്. ബി ഇൻറ്റൻഷനൽ, know what you are called to do, enjoy that. And ഈ ഇൻറ്റൻഷനാലിറ്റിയിലോട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഐ വോണ്ട് ടു ബ്രിങ് ടു യു വൺ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ബിഫോർ ഐ ക്ലോസ്. നിങ്ങളുടെ ലൈഫിൻ്റെ കമ്പോണൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സിനെ നിങ്ങളൊരു പൈ ചാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ലിസ്റ്റായിട്ടൊന്ന് എഴുതണം. പ്രാക്ടിക്കൽ ടിപ്പ് എല്ലാവരും എഴുതണം. അറ്റ്ലീസ്റ്റ് ഇന്ന് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ. ഇറ്റ് ഇൻവോൾവ്സ് യുവർ ഫാമിലി, നിങ്ങളുടെ ജോലി കാണും, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റഡീസ് ഉണ്ട്, മിനിസ്ട്രി ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, യുവർ ടൈം വിത്ത് ഗോഡ് ഉണ്ട്, പ്രെയർ ടൈം ഉണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. എന്നിട്ട് ഇൻഡിവിജ്വലി നിങ്ങൾ ചിന്തിക്കുക, ഇൻറ്റൻഷനലായിട്ട് ഞാൻ എന്തൊക്കെ ഈ കാര്യത്തിൽ ചെയ്യുന്നു, ഇൻറ്റൻഷനലായിട്ട് ഞാൻ ഈ ഏരിയയിൽ എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ. ലെറ്റ് മീ ഫിനിഷ് ബൈ കോട്ടിങ് ജോണത്തൻ എഡ്വേർഡ്സ്. ജോണത്തൻ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു theologian, preacher, man of God, he influenced me in this line so much. 18-19 വയസ്സ് കാലയളവിൽ ജോണത്തൻ എഡ്വേർഡ്സ് തൻ്റെ ജീവിതത്തിലെ 72 റെസൊല്യൂഷൻസ് എഴുതി വെച്ചു. നിങ്ങളെല്ലാവരും തിരിച്ചു പോയി ഗൂഗിൾ ചെയ്യണം, റെസൊല്യൂഷൻസ് ഓഫ് ജോണത്തൻ എഡ്വേർഡ്സ്. അത് പ്രിൻ്റ് എടുത്ത് വെച്ച് വായിക്കണം. റെസൊല്യൂഷൻസ് ഓഫ് ജോണത്തൻ എഡ്വേർഡ്സ്. ഡിസയറിങ് ഗോഡിൽ അത് ടോപ്പിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 4 റെസൊല്യൂഷൻസ് 18-19 വയസ്സിൽ എഴുതിയ 4 റെസൊല്യൂഷൻസ് വായിച്ച് ഞാൻ നിർത്തുന്നു. റെസൊല്യൂഷൻ നമ്പർ 5: റിസോൾവ്ഡ് നെവർ ടു ലൂസ് വൺ മൊമെൻറ്റ് ഓഫ് ടൈം ബട്ട് ഇംപ്രൂവ് ഇറ്റ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ വേ ഐ പോസിബിളി ക്യാൻ. ഒരു നിമിഷം പോലും ഞാൻ കളയത്തില്ല, മറിച്ച് ആ സമയത്തെ എങ്ങനെയും ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. റെസൊല്യൂഷൻ നമ്പർ 7: റിസോൾവ്ഡ് നെവർ ടു ഡു എനിത്തിങ് വിച്ച് ഐ ഷുഡ് ബി അഫ്രെയ്ഡ് ടു ഡു ഇഫ് ഇറ്റ് വർ ദ ലാസ്റ്റ് അവർ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് അവറാണിത് എന്നുള്ള ചിന്തയിൽ ഞാൻ ജീവിതം മുഴുവൻ ജീവിക്കും. ആ ലാസ്റ്റ് അവർ ചെയ്യാൻ പാടില്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല. നമ്പർ 17: റിസോൾവ് ദാറ്റ് ഐ വിൽ ലിവ് സോ ആസ് ഐ ഷാൽ വിഷ് ഐ ഹാഡ് ഡൺ വെൻ ഐ കം ടു ഡൈ. അതായത് ഞാൻ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ജീവിച്ചിരുന്നേൽ എന്ന് ആലോചിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് ജീവിക്കുമ്പോൾ ചെയ്യും. റെസൊല്യൂഷൻ നമ്പർ 19: റിസോൾവ് നെവർ ടു ഡു എനിത്തിങ് വിച്ച് ഐ ഷുഡ് ബി അഫ്രെയ്ഡ് ടു ഡു ഇഫ് ഐ എക്സ്പെക്റ്റഡ് ഇറ്റ് വുഡ് ബി നോട്ട് എബവ് ആൻ അവർ ബിഫോർ ഐ ഷുഡ് ഹിയർ ദ ലാസ്റ്റ് ട്രംപറ്റ്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവിൻ്റെ കാഹളനാദം 1/2 മണിക്കൂർ കൂടെ ഉള്ളൂ എന്നൊരു നോട്ടീസ് കിട്ടിയാൽ ഞാൻ എങ്ങനെ ജീവിക്കുമോ അതുപോലെ ഞാൻ എല്ലാ ദിവസവും ജീവിക്കും. ഈ റെസൊല്യൂഷൻസ് അദ്ദേഹം എല്ലാ രാത്രിയിലും വായിച്ചിരുന്നു, എല്ലാ വീക്കെൻഡിലും ചിന്തിച്ചിരുന്നു. ദാറ്റ് ഈസ് ഇൻറ്റൻഷനാലിറ്റി. സോറി ഫോർ എക്സീഡിങ് മൈ ടൈം, ചെറി. ഗോഡ് ബ്ലെസ് യു.